തിരുവനന്തപുരത്ത് വെള്ളറടയിലാണ് സംഭവം. ഒരപകടത്തിൽ പരിക്കേറ്റയാളെ റോഡരികിലെ ഒരു മുറിക്കുള്ളിൽ ഇട്ടിട്ട് ഈ അപകടത്തിൽ പെടുത്തിയ വാഹനം ഓടിച്ചവർ കടന്നു കളഞ്ഞു. ഇടിച്ചവർ, ആ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിൽപ്പെട്ടവരെ വണ്ടി ഇടിച്ച അപകടത്തിൽ ഈ പരിക്കേറ്റയാളെ വണ്ടി ഇടിച്ചവർ ഒരു കലിംഗനട സ്വദേശിയായ ആ സുരേഷിനെ വഴിയുടെ അരികിലുള്ള ഒരു കടയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഒടുവിൽ അയാൾ മരിച്ചു. സുരേഷ് എന്നാണ് അയാളുടെ പേര്. കലിംഗനട സ്വദേശി സുരേഷ്. 7-ാം തീയതിയാണ് അപകടമുണ്ടായത്. ദുർഗന്ധം കാരണം നാട്ടുകാർ ജനാല വഴി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വെള്ളറട പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. റോഡരികിലെ ഒരു മുറിയിൽ ഇയാളെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ഒരുപക്ഷെ അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ സുരേഷിൻ്റെ ജീവൻ നമുക്ക് സംരക്ഷിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ദുഷ്ടന്മാരായിട്ടുള്ള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പറ്റിപ്പോയി, ഇടിച്ചു, ഇനി ആരുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും ആ മനുഷ്യജീവൻ ഉടൻ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ അയാളെ റോഡിൽ നിന്നെടുത്ത് തൊട്ടടുത്ത് വഴിയരികിലുള്ളൊരു കടമുറിയിൽ ഉപേക്ഷിച്ചിട്ട് അവർ കടന്നുപോയി. ആരും കണ്ടില്ല. രക്തം വാർന്ന് ഒടുവിൽ സുരേഷ് മരിച്ചിട്ടുണ്ടാവാം. പരിക്കേറ്റയാളെ എന്നിട്ട് പൂട്ടിയിടുകയും ചെയ്തു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, എത്ര ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്കായി ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ. റോഡരികിലെ ഒരു മുറിയിലാണ് ഈ പരിക്കേറ്റയാളെ ഈ വണ്ടിയിൽ വന്നവർ പൂട്ടിയിട്ടിട്ട് പോയത്. സുനിഷ അയിലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ, ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരുപക്ഷെ ആ സമയത്ത് അയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അല്ലേ സുനിഷ? ഇതാരാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഈ ഇടിച്ച വണ്ടി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ സുനിഷ? അരുൺ, നിലവിൽ ഏതായാലും വണ്ടിയോ അല്ലെങ്കിൽ ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഏതായാലും അത്തരത്തിലുള്ള പരിശോധന തുടരുകയും ചെയ്തിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ അപകടം നടന്ന സമയത്ത് തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നത് തന്നെയാണ്. കാരണം ആ കാലിനാണ് ഗുരുതരമായ പരിക്കേറ്റ രീതിയിൽ കാണുന്നത്. ഇത് ശേഷം രക്തം വാർന്ന് മരിച്ചതാകാമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഉള്ളത്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ അപകടം നടക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം അപകടം നടക്കുന്നതും ഒരാൾ ഇറങ്ങി ഈ അപകടം നടന്നയാളെ മാറ്റുന്ന രീതിയിൽ ഒരു അധികം വ്യക്തത അല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഈ CCTVയിൽ കാണാൻ കഴിയുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് വാഹനം ഇടിച്ചിട്ടതിന് ശേഷം ഈ അപകടം പറ്റിയ ആളെ റോഡരികിലുള്ള മുറിക്കുള്ളിലേക്ക് മാറ്റുകയായിരുന്നു എന്നതാണ്. മുറി പൂർണ്ണമായും അടച്ച രീതിയിലായിരുന്നില്ല, ചെറുതായി, അതായത് ചാരിയ രീതിയിലായിരുന്നു മുറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ആരും അധികം ശ്രദ്ധിക്കാത്ത ഒഴിഞ്ഞ ഒരു കടമുറി തന്നെയാണ്. പിന്നാലെ അടുത്ത കുറച്ച് ദിവസത്തിന് ശേഷം ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് ഈ പരിശോധന നടത്തുന്നത്. അതിലാണ് ഒരാൾ മരിച്ച കിടക്കുന്ന രീതിയിലേക്ക് കാണുകയും ചെയ്തത്. ഒരു നിമിഷം തിരിച്ചു വരാം സുനിഷ. ദീപ്തി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ് ദീപ്തി. ദീപ്തി, വെള്ളറട പഞ്ചായത്താണോ? ഗുഡ് മോർണിംഗ്. അതെ, വെള്ളറട പഞ്ചായത്താണ്. ഗുഡ് മോർണിംഗ്, വെള്ളറട പഞ്ചായത്താണ്. ഓക്കെ ദീപ്തി, എന്താ സംഭവിച്ചത്? ആ വാർത്ത ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. നമുക്ക് അവരെ ആരും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ലേ? വണ്ടി ഇടിച്ചവർ തന്നെ ഈ പരിക്കേറ്റയാളെ കടയ്ക്കുള്ളിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം തൊട്ടടുത്താണ് ആനപ്പാറ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ മരിച്ചു കിടന്ന ആ വ്യക്തിയുടെ വീടിന് കുറച്ച് അകലെയായിട്ടാണ് ഈ അടുത്ത ഹോസ്പിറ്റൽ ഉള്ളത്. എന്നാൽ പോലും ഈ ഇടിച്ചവർ അവിടെ ഈ ആളിനെ ഇടിച്ചിട്ടിട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ പോയ ആൾക്കാർ പിറ്റേ ദിവസം മുതൽ അവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്, ഇവിടെ ഒരാളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പലരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് അവരെ മരിച്ചു എന്ന് വ്യക്തത ഉള്ളതുകൊണ്ടായിരിക്കണം എടുത്തകത്ത് കിടത്തിയിട്ട്. എന്തെങ്കിലും സൂചനയുണ്ടോ ദീപ്തി ആ വന്ന് അന്വേഷിച്ചവരെ കുറിച്ച്? CCTVയിൽ എന്തായാലും ഉണ്ട്. പോലീസിന് അവരെ കുറിച്ച് ചില അറിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ്. നമ്മുടെ പഞ്ചായത്തിലുള്ളവരാണോ മറ്റു പുറത്തുനിന്ന് വന്നവരാണോ? അതെ, ഇല്ല, ഇവിടെ അടുത്ത് പനച്ചമൂട് പ്രദേശത്തോട് അവിടെ അടുത്തുള്ളതാണെന്നാണ് CCTV കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ അടുത്തുള്ള ആളെന്നാണ് പറയുന്നത്. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അവര് രണ്ടുപേരുണ്ടായി. രണ്ടുപേരെന്തോ തൂക്കിയെടുത്ത് കിടത്തിയെന്നാ പറയുന്ന പോലീസ്. എന്തായാലും വാഹനത്തിനെ അവർക്ക് അറിയുന്നു, വാഹനത്തിന്റെ നമ്പർ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കിട്ടി. ഇന്നോ നാളെയോ അവര് പൊക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും അവരെ കണ്ടെത്തും. ദീപ്തി, വലിയ കഷ്ടമായി പോയി. കാരണം ഈ മനുഷ്യനെ നിങ്ങൾക്കറിയാമോ? നമ്മുടെ സുരേഷ് അല്ലേ? പിന്നെ എപ്പോഴും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഈ മനുഷ്യൻ ഇവിടെ ഇല്ല. അവരൊറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. നല്ലൊരു ആരോഗ്യവാനാണ്. വലിയ അസുഖ കാര്യങ്ങളോ പ്രായമുള്ള ആളാണോ ഈ സുരേഷ്? പ്രായം ഉണ്ടാണ്, എന്നാലും അധികം പ്രായമൊന്നുമില്ല. നന്നായിട്ട് നല്ല ആരോഗ്യവാനാണ് കാണാനൊക്കെ. എപ്പോഴും അവിടെ ഇടിച്ചിട്ടുണ്ടാവുക. ആ വാഹനത്തെ കുറിച്ച് പോലും അറിയില്ല. എന്തായാലും കാറാണെങ്കിൽ ഇത്തിരി കാറാണോ ബൈക്കാണോ വ്യക്തതയില്ല. എന്നാലും വണ്ടിയുടെ നമ്പർ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇവരെ കുറിച്ചൊരു സൂചന കിട്ടിയിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ പ്രതികളെ നമ്മൾ പിടികൂടും അല്ലേ?
തീർച്ചയായിട്ടും ഈ ദീപ്തി തൊട്ടടുത്ത ആശുപത്രി ഉണ്ടായിട്ടും അല്ലേ അവിടെ കടയിൽ കൊണ്ട് തള്ളുക? പിന്നെ അവര് ശരിക്കും ഇങ്ങനെ അവർക്ക് ആക്സിഡന്റ് ഇപ്പോൾ എപ്പോഴും ആകാം. ഇപ്പോ ഒരു വളവാണ് ആ സ്ഥലം, ശരിക്കും ചിലപ്പോൾ വണ്ടി വരുമ്പോഴത്തേന് ഇയാൾ ഇടിച്ചു കാണും. എന്നാലും ഒരു മനുഷ്യൻ ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർ റോഡ് ഇട്ടിട്ട് പോയെങ്കിലും ഏതെങ്കിലും ആൾക്കാർ കണ്ട് അവരെ ഹോസ്പിറ്റലിലാക്കുമായിരുന്നു. പക്ഷെ ഇത് വലിയ ഹീനമായി പോയി. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യൻ തന്നെ ഒരു മനുഷ്യനോട് കാണിക്കുന്ന നീചമാണ്. പോയെങ്കിലും തീർച്ചയായിട്ടും നമ്മളിപ്പോ അവിടെ ഇട്ടിട്ട് പോയെങ്കിലും അവിടെ ഒരു ആക്സിഡന്റ് സോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്ന, ഇടയ്ക്ക് കുറച്ച് നാൾക്ക് മുൻപേ അവിടെ 2 പയ്യന്മാർ അവിടെ ആക്സിഡന്റ് മരിച്ച സ്ഥലമാണ്. നാട്ടുകാർ ആരെങ്കിലും അവരെ രക്ഷപ്പെടുത്തുമായിരുന്നു. കാരണം ഇടിച്ചിട്ട് ജീവൻ ഇല്ലായിരിക്കാം എന്ന് ഇവര് നിഗമിക്കാൻ പറ്റില്ലല്ലോ, ജീവൻ കാണണം. എന്നാലും വളരെ സങ്കടമായി പോയി ഇങ്ങനെ ചെയ്തത്. ഇത് ഇടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബോഡി ഇതിനുള്ളിലുണ്ടെന്ന് മനസ്സിലായതല്ലേ? അതെ, 7-ാം തീയതിയാണ് ഈ സംഭവം CCTV കാണുന്നത്. അപ്പോൾ ഇത്ര ദിവസമായി, നല്ല സ്മെല്ലായി, ഭയങ്കരമായിട്ട് അങ്ങ് വീർത്തു ബോഡിയൊക്കെ. ശരിക്കും എന്ത് പറയാൻ, ഒരു മനുഷ്യൻ വലിയ പരിക്കേറ്റിരുന്നോ സുരേഷിന് ദീപ്തി? ഇല്ല, കാലിലാണ് പരിക്കുള്ളത്, വലിയ പരിക്കില്ലെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ സമയത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. തീർച്ചയായിട്ടും രക്ഷിക്കാമായിരുന്നു. വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് ദീപ്തി. എന്തായാലും എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് നേരിട്ട് അറിയിക്കണം. ഞങ്ങളുടെ സുനീഷയുടെ നമ്പർ ഇപ്പോൾ ദീപ്തിക്ക് അയച്ചു നൽകും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളത് നമ്മൾ വെറുതെ വിടരുത് ദീപ്തി. അത് പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മളെ തുറന്ന് കാണിക്കുക തന്നെ വേണം. ഒന്ന് ആലോചിക്കുക, ഒരു മനുഷ്യജീവനാണ്, ഒരു മനുഷ്യജീവനാണ്. അതെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. താങ്ക് യു ദീപ്തി. ദീപ്തി വെള്ളറട പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ദീപ്തി പറഞ്ഞതുപോലെ ആ മനുഷ്യനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. തൊട്ട് പിന്നാലെ വരുന്ന വാഹനങ്ങൾ ആ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമല്ലോ. ഇനി അതല്ലെങ്കിൽ പോലും ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ വണ്ടി ഇടിച്ചു, നടന്നു പോകുന്ന വഴിക്ക് കുറേ വന്നപ്പോഴാണ് വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞാൽ ആ കേസൊന്നും നിങ്ങളുടെ തലയ്ക്കിരിക്കില്ല. ഇപ്പോൾ നമ്മളുടെ ട്രാഫിക് നിയമങ്ങൾ ഏറെക്കുറെ ഇത്തരം അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. വണ്ടി ഇടിച്ചു എന്ന് കരുതി മനഃപൂർവ്വമല്ല നിങ്ങൾ വണ്ടി ഇടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരം കേസുകളോ നൂലാമാലകളോ ഒന്നും വരില്ല. അതൊഴിവാക്കാൻ വേണ്ടി ഒരു മനുഷ്യജീവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് അത്യന്തം ഖേദകരമായി പോയി, വളരെ നിർഭാഗ്യകരമായി പോയി. തീർച്ചയായും നിങ്ങളെ ഇപ്പോൾ പോലീസ് തിരിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഇപ്പോൾ തത്സമയം നിങ്ങൾ ആരെങ്കിലും ആ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. നിങ്ങൾ ചെയ്തത് അത്രയും വലിയൊരു ക്രൂരതയാണ്, കണ്ണിൽ ചോരയില്ലാതെയാണ് നിങ്ങളത് ചെയ്തത് എന്നത് നമുക്ക് പറയേണ്ടി വരും. ഒരു മനുഷ്യനെ രക്ഷിക്കാമായിരുന്നിട്ടും നിങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ഒട്ടും ശരിയായില്ല. ഉപേക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങൾ അയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി, അഥവാ അയാളെ പുറം ലോകം കാണാതിരിക്കാൻ വേണ്ടി ഒരു മുറിയിലിട്ടടച്ച് പൂട്ടി. അതാണ് സംഭവം. നിങ്ങൾക്ക് അയാളുടെ വ്യക്തിപരമൊന്നും ഉണ്ടാവണം എന്നില്ല, പക്ഷേ മനുഷ്യനോട് തോന്നേണ്ട അടിസ്ഥാനമായ ഒരു സഹജീവി സ്നേഹമുണ്ടല്ലോ, അത് നിങ്ങൾക്കില്ലാതെ പോയി എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ പിന്നാലെയാണ് പോലീസും അന്വേഷണ സംഘവും ഉള്ളത്. അതിന് ചില സൂചനകൾ ലഭിച്ചു എന്നാണ് ദീപ്തി ഇപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്.